വീണ്ടും അമേരിക്കയെ വെല്ലുവിളിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് ഇറാൻ. ട്രംപ് നിരന്തരം ഭീഷണി മുഴക്കിയാലും കുലുങ്ങില്ലെന്ന മട്ടിലാണ് ഇറാൻ ഇപ്പോൾ ഉള്ളത്. അമേരിക്കൻ കപ്പൽപ്പട വന്നാലും ഒരു ഭയപ്പാടുമില്ലെന്ന നിലപാടാണ് ഇപ്പോൾ ഇറാൻ എടുത്തിരിക്കുന്നത്. ഇറാൻ എന്ത് ചെയ്യണം ചെയ്യണ്ട എന്ന് പഠിപ്പിക്കാൻ ലോകത്തെ ഒരു രാജ്യത്തിനും അവകാശമില്ല. അതിനായി യുദ്ധഭീഷണി പ്രയോഗിച്ചാലും വകവെക്കില്ലെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി വ്യക്തമാക്കിയിരുന്നു. യുറേനിയം സമ്പുഷ്ടീകരണം നിർത്താൻ ഇറാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. ചർച്ചയിൽ ഇറാൻ മുന്നോട്ട് വെച്ച കാര്യങ്ങളെ US ഗൗരവമായി എടുത്തിട്ടുണ്ടോ എന്നതിൽ തനിക്ക് സംശയമുണ്ട്. റഷ്യയും ചൈനയുമായും ചർച്ചയുടെ വിശദാംശങ്ങൾ ഇറാൻ സംസാരിക്കുമെന്നും പറഞ്ഞിരുന്നു. യുദ്ധം അടിച്ചേൽപ്പിച്ചിട്ടും യുറേനിയം സമ്പുഷ്ടീകരണം ഉപേക്ഷിക്കില്ലെന്നും നിർത്തില്ലെന്നും ഞങ്ങൾ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കാൻ പുറത്തുനിന്നൊരാളും വരേണ്ടതില്ല എന്ന് വ്യക്തമാക്കുകയാണ്. അമേരിക്കയുടെ സൈനിക വിന്യാസം ഞങ്ങളെ ഒട്ടും ഭയപ്പെടുത്തുന്നില്ല. 12 ദിന യുദ്ധത്തിന് ശേഷം ഇതാദ്യമായാണ് US-യുമായി ചർച്ചയ്ക്ക് ഇറാൻ തയ്യാറായത്. അമേരിക്ക ഏർപ്പെടുത്തിയ സാമ്പത്തിക ഉപരോധം പിൻവലിക്കണമെന്നാണ് ഇറാന്റെ ആവശ്യം. ഇറാൻ ആണവ പദ്ധതിയെ ഉപേക്ഷിക്കണമെന്നും കൈവശമുള്ള യുറേനിയം സമ്പുഷ്ടീകരിക്കുന്നത് അവസാനിപ്പിക്കണമെന്നുമാണ് US-ന്റെ ആവശ്യം. ഇതിന് ഇറാൻ വഴങ്ങിയിട്ടില്ല, വഴങ്ങുകയുമില്ല എന്ന ഉറച്ച നിലപാടാണ് അരാക്ചി ലോകത്തോട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒമാനിൽ വെച്ചാണ് ഇരു രാജ്യങ്ങളുടെയും പ്രതിനിധികൾ ചർച്ച നടത്തിയത്. അവർ തങ്ങളുടെ അണുബോംബിനെ ഭയക്കുന്നുണ്ട്. ഞങ്ങളുടെ കയ്യിലാവട്ടെ അങ്ങനെയൊന്നില്ല, അതിന് ശ്രമിക്കുന്നുമില്ല. വൻ ശക്തികളോട് നോ പറയാനുള്ള കഴിവാണ് ഞങ്ങളുടെ അണുബോംബെന്നും അരാക്ചി വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഇറാൻ ലോക സമാധാനത്തിന് ഭീഷണിയാണെന്നും ആണവായുധം ലക്ഷ്യമല്ലെന്ന് ഇറാന്റെ വാദം കളവാണെന്നുമായിരുന്നു ഇസ്രായേൽ വിദേശകാര്യമന്ത്രി ഗിദയോൻ സറിന്റെ പ്രതികരണം. ചർച്ചയിൽ ഇറാന്റെ ആണവ പദ്ധതിക്ക് പുറമെ ബാലിസ്റ്റിക് മിസൈലിന്റെയും ഗറില്ല ഗ്രൂപ്പുകളുടെയും സഹായത്തിന്റെ കാര്യങ്ങളും കൂടി ഉൾപ്പെടുത്തണമെന്നാണ് US-ഉം ഇസ്രായേലും ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. എന്നാൽ ആണവ കാര്യത്തിന് പുറത്തേക്കോ ഇപ്പുറത്തേക്കോ ഒന്നും തന്നെ ചർച്ചയെടുക്കില്ലെന്ന് ഇറാനും നിലപാടെടുത്തിട്ടുണ്ട്. തുറന്ന മനസ്സോടെയാണ് ഇറാൻ ചർച്ചയിൽ പങ്കാളികളാകുന്നതെന്നും എന്നാൽ ചർച്ച തുടരുന്നതിനിടെയും പുതിയ ഉപരോധങ്ങളും കൂടുതൽ സേനാ വിന്യാസവും നടത്തുന്നത് ചർച്ചയിലുള്ള അമേരിക്കയുടെ ആത്മാർത്ഥതയും വിശ്വാസ്യതയും ചോദ്യം ചെയ്യുമെന്നുമാണ് ഇറാൻ പറയുന്നത്. അതേസമയം അമേരിക്കൻ പ്രതിനിധികളും ഇറാൻ പ്രതിനിധികളും തമ്മിൽ നടത്തിയ ചർച്ചകൾ വളരെ നല്ലതാണെന്നായിരുന്നു ട്രംപ് വിശേഷിപ്പിച്ചത്. കൂടാതെ അടുത്ത ആഴ്ച അടുത്തഘട്ട ചർച്ചകൾ നടത്തുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു. മസ്കറ്റിൽ ചർച്ചകൾ നടന്നെങ്കിലും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഇപ്പോഴും തുടരുന്നുണ്ട്. ഇറാനുമായി വ്യാപാരം നടത്തുന്ന രാജ്യങ്ങൾക്ക് അധിക തീരുവ നൽകാനുള്ള ഉത്തരവിൽ ട്രംപ് ഒപ്പുവെക്കുകയും ചെയ്തിട്ടുണ്ട്. ഇറാന്റെ എണ്ണ കയറ്റുമതി തടയുക എന്ന ലക്ഷ്യത്തോടെ നിരവധി ഷിപ്പിംഗ് സ്ഥാപനങ്ങൾക്കും കപ്പലുകൾക്കുമെതിരെ അമേരിക്ക പുതിയ ഉപരോധങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.